ഹായ് ഗെയ്സ്, അപ്പം നമുക്ക് നിലാവിനെ പ്രണയിച്ചവൾ അതിൻ്റെ ബാക്കി ഭാഗം കേൾക്കാം. തിരക്കാണ്, ഇന്ന് സൺഡേ അല്ലേ, ഞങ്ങൾക്ക് ലീവൊക്കെ ഉള്ള ദിവസമാണ്. അപ്പോൾ പള്ളിയിലൊക്കെ പോകണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സമയം കണ്ടെത്തി വീഡിയോ ചെയ്യാണ്. ഇന്നലെ നിലാവിനെ പ്രണയിച്ചവൾ ഇട്ടില്ലല്ലോ, അപ്പോൾ നമുക്ക് ബാക്കി കേൾക്കാം. ഗോപൻ മാളൂട്ടിയുടെ നോട്ടം കണ്ട് ധൈര്യമായിട്ട് കിഷോറിനെ നോക്കി. കിഷോർ ചിരിച്ചുകൊണ്ട് മാളൂട്ടിയോട് പറഞ്ഞു, നീ അവനെ നോക്കി പേടിപ്പിക്കണ്ട, ഞാൻ നിൻ്റെ പിറകെ തന്നെ ഉണ്ടായിരുന്നു. ഇവൻ നിൻ്റെ പിറകെ നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേ ആയെന്നും എനിക്കറിയാം. ഞാൻ ഇവനെപ്പറ്റി എല്ലാം തിരക്കിയിട്ടുണ്ട്. ഇവൻ ഒരമ്മ മാത്രമേ ഉള്ളൂ, ഒരു സാധു സ്ത്രീ. നിന്നെ അവർ പൊന്നുപോലെ നോക്കിക്കൊള്ളും. എന്താ ആദി, നിനക്കെന്തെങ്കിലും? അവർ മറുപടി ഒന്നും പറയാതെ തൻ്റെ 2 കൈകളിലായിട്ട് ഗോപനെയും മാളൂട്ടിയും ചേർത്ത് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇവിടെ കാര്യത്തിൽ എന്നേക്കാൾ അവകാശം നിനക്കല്ലേടാ. എന്ത് തീരുമാനം അവിടെ കാര്യത്തിൽ നീ എടുത്താലും അത് ശരിയായിരിക്കില്ലേ? നീ എന്ത് തീരുമാനമെടുത്താലും അവിടെ നന്മയ്ക്ക് വേണ്ടി മാത്രമല്ലേ അങ്ങനെ ഒരു തീരുമാനമെടുക്കുമെന്ന് എനിക്കറിയാം. കിഷോർ ഒന്ന് പുഞ്ചിരിച്ചു. അപ്പോഴാണ് ഐശ്വര്യയുടെ വരവ്. ഉമ്മ ചോദിച്ച്, ആഹാ, മോനും വന്നോ? കിഷോറിനെ നോക്കി ഉമ്മ ചോദിച്ചു. അതേ, അവൻ തലയാട്ടി. അപ്പോഴാണ് ഐശ്വര്യ ഗോപനെ കാണുന്നത്. ഇത് നമ്മുടെ സരസ്വതി ടീച്ചറിൻ്റെ മോനല്ലേ? ഉമ്മ ചോദിച്ചു. ഉമ്മക്കറിയോ അവനെ? കിഷോർ ചോദിച്ചു. പിന്നെ എൻ്റെ സരസ്വതിയുടെ മോനെ എനിക്കറിയില്ലേ? ഗോരുമ്മാനെ നോക്കി ചിരിച്ചു. മോനിങ്ങി വന്നേ, മോനിപ്പോൾ എവിടെയാണ് ജോലി ചെയ്യുന്നത്? അത് നമ്മുടെ മാളൂട്ടി പഠിക്കുന്ന കോളേജിലമ്മേ, കോളേജിലെ സാറാണ്. ആഹാ, അതുമാത്രമല്ലമ്മ, വേറെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോഴിപ്പോൾ സംസാരിച്ചത് ദുവാണ് കേട്ടോ. ഉമ്മ എന്താണെന്ന് മറ്റി എല്ലാവരെയും നോക്കി. നമ്മുടെ മാളൂട്ടിനെ ഇഷ്ടമാണ് ഉമ്മ ഗോപന്, ദുവ സന്തോഷത്തോട് പറഞ്ഞു. ആണോ? ഉമ്മ സംശയത്തോടെ 2 പേരെയും മാറിയും തിരിച്ചു നോക്കി. ഉമ്മ നോക്കണ്ട, അത് തന്നെ. എന്ത്? 2 പേരും ലൈനാണ് ഉമ്മ. നീ മാളൂട്ടി അവളെ തല്ല കയ്യോങ്ങി. അയ്യോ, ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ. ഇത് കണ്ട് എല്ലാവരും പൊട്ടി ചിരിച്ചു. അതെ, അവിടെ മുഖത്തെ സന്തോഷം, അതാണല്ലോ എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നത്. ദുവയുടെ മുഖത്തെ സന്തോഷം, അത് കാണാൻ വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അവിടെ മുഖമൊന്ന് തെളിഞ്ഞ് കാണുക, അവളെ സന്തോഷത്തോടെ ഇരിക്കുക. അപ്പോൾ അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ അവിടെ മറ്റൊരാൾ കൂടി കടന്നു വന്നു. ഇബ്രാഹിം സാഗട്ടാണ് കടന്നു വന്നത്. എല്ലാവരും പെട്ടെന്ന് നിശബ്ദരായി. ആഹാ, എല്ലാവരും ഉണ്ടല്ലോ. മോനെപ്പോൾ എത്തി? കിഷോറിനാടാണ് ചോദ്യം. മോളോ? ആ ചോദ്യം മാളൂട്ടിയോടാണ്. ആദ്യോട് ഇപ്പോഴും മനസ്സ് തുറന്ന് സംസാരിക്കാനോ അവനെ അംഗീകരിക്കാനോ ആ മനസ്സിന് മടിയാണ്. ഒരു പക്ക കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് ജാതി തനിക്കൊരു പ്രശ്നമല്ല. പക്ഷേ തൻ്റെ ഒരേ ഒരു മകളാണ്, അവളെ ഒരു കൊലപാതകി കെട്ടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ശരിയാവില്ല. ഇബ്രാഹിം സേട്ടിൻ്റെ ആ അവഗണന ആദ്യം വല്ലാതെ വേദനിപ്പിച്ചു. ആ വേദന കിഷോറിലേക്ക്, മാളൂട്ടിയിലേക്ക്, ദുബായിലൊക്കെ ഒക്കെ പടർന്നു. എല്ലാവരുടെയും മുഖം വിവരണമായി. ആദ്യ പതുക്കെ പുറത്തേക്ക് നടന്നു. അവൻ്റെ പോക്ക് കണ്ട് ദിവാക്ക് ഒരുപാട് സങ്കടമായിപ്പോയി. അവന് പിറകെ മാളൂട്ടിയും. കിഷോർ പതുക്കെ വിളിച്ച്, ഉപ്പാ. എന്താ മോനെ, എന്തിനാണ് അവനെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? അവന് തോന്നൽ ഇവിടെ വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ടുപ്പാ. ഉപ്പയുടെ മോൾ സഹിതം. ഉപ്പ അവളെ നോക്കി. ഇബ്രാഹിം സേട്ട് തിരിഞ്ഞ് ദുവാനെ ഒന്ന് നോക്കി. ഉപ്പ അവളെ ഒന്ന് നോക്കി. ഇബ്രാഹിം സേട്ട് തിരിഞ്ഞ് ദുവായെ ഒന്ന് നോക്കി. സങ്കടം സഹിക്കാതെ കരയുകയാണവൾ. മോളെ, അദ്ദേഹം വേദനയോടെ അവളെ വിളിച്ചു. ഉപ്പ പ്ലീസ്, ആദ്യോട്ടനോട് ഇങ്ങനെയൊന്നും കാണിക്കരുതേ. എനിക്കിങ്ങനെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ആദ്യേട്ടൻ എന്നോടുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞത്. അല്ലെങ്കിൽ ഒരിക്കലും അവളിൽ ഇഷ്ടം പോലും ഞാൻ അറിയയില്ലായിരുന്നു. എന്നിട്ടുപ്പ എന്തിനാ ഉപ്പ ആദ്യേട്ടനെ? അവൾ വെങ്ങിപ്പൊട്ടിക്കരഞ്ഞു. സേട്ട് കുറേ നേരം ഒന്നും മിണ്ടാതെ നിന്നു. പിന്നെ അവൾക്കരികിലേക്കിരുന്നു. മോളെ, ആദ്യം ഇപ്പോൾ ഇരിക്കുന്ന പൊസിഷനിൽ പേരും പരമയും നേടട്ടെ. ഇപ്പോൾ അവൻ്റെ പേരിൽ ചാർത്തപ്പെട്ടിരിക്കുന്ന കളങ്കം കുറേ കഴിയുമ്പോൾ അവന് ഉയരങ്ങൾ കീഴടക്കുന്നൊരു പൊസിഷൻ ഉണ്ടാകുമ്പോൾ ആൾക്കാർ മറക്കും. അപ്പോൾ ഉപ്പ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം. അതുവരെ എൻ്റെ മോള് ക്ഷമിക്കണം, അവന് വേണ്ടി കാത്തിരിക്കണം. ഓക്കെ ഉപ്പ. അവരുടെ മുഖം പൂ പോലെ വിടർന്നു. കേട്ടുനിന്ന് കിഷോറിൻ്റെ മുഖവും വിടർന്നു. പക്ഷേ ഇതിൽ ഇപ്പോഴും കഥയറിയാതെ ആട്ടം കാണുന്ന ഒരാളുണ്ടായിരുന്നു. ആരായിരിക്കും അത്? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ അത് നമുക്ക് നാളെ കേൾക്കാം. ഓക്കെ, ബൈ.